ഇന്നലെ ശ്രദ്ധിച്ചത് കർത്താവിൽ സർവസമ്പൂർണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി, സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നുള്ള ഭാഗവും, അതുപോലെ തന്നെ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനും, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണാൻ. ബിജോ ബ്രദർ ഇന്നലെ അതിനെപ്പറ്റി ലാസ്റ്റ് പറഞ്ഞു. പുത്രനെ വെളിപ്പെടുത്താനായിട്ട് പിതാവും, പിതാവിനെ വെളിപ്പെടുത്താനായിട്ട് പുത്രനും, പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ട് പുത്രനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പിതാവും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് ഒരു പരസ്പര പൂരകങ്ങളായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രവർത്തനങ്ങളെന്നും. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനും, അങ്ങനെ സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും കർത്താവിൻ്റെ പ്രാധാന്യം, അവൻ എല്ലാറ്റിലും മുൻപനാകേണ്ടതിനും അവൻ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും അവനിൽ വസിപ്പാനും ആയിട്ട് ദൈവം ഇങ്ങനെ ചെയ്തു. സൃഷ്ടിയും ഈ പുത്രൻ മുഖാന്തരം കർത്താവ് ചെയ്തു. അതുപോലെ തന്നെ വീണ്ടെടുപ്പും സമ്പൂർണമായിട്ട് ആർക്കും അവകാശം പറയാൻ വകയില്ലാതെ വണ്ണം പൂർണ്ണമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ്, ശ്രേഷ്ഠമായ ഒരു വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയതിനെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു ആ ദൈവീകമായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ള ആ പ്രവൃത്തിയിൽ അതിൽ തൻ്റെ പുത്രനെ അതിന് നായകനാക്കി അല്ലെങ്കിൽ ലാക്കും കാരണഭൂതനുമാക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. തുടർന്ന് പറയുകയാണ്, ഇത്രയും മാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഈ സുവിശേഷം, ഈ കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, അതിൻ്റെ അതിൻ്റെ വേറൊരു നിലയിൽ അതിനെ പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം, അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനായിട്ട് പിതാവിന് പ്രസാദം തോന്നി. എന്നിട്ട് ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഭാഗത്ത് ഉള്ള ഭാഗം അവിടെ മുമ്പേ നമ്മളിത് ഭാഗം വായിക്കുമ്പോൾ എഫേസ്യർ എഴുതുന്ന 2-ാം ലേഖനത്തിലുള്ള പല ആശയങ്ങൾ ഇവിടെ സമാനമായിട്ടുള്ള നിലയിൽ കടന്നു വരുന്നതായിട്ട് നമുക്കറിയാനായിട്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു, മുമ്പേ മനസ്സുകൊണ്ടകന്നവരും പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളുമൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എഫേസ്യരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏകദേശം അതിന് സമാനമായിട്ട് തന്നെ ഉള്ള ആശയങ്ങൾ ഈ ഭാഗത്ത് ഷെയർ ചെയ്യപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജഡമനസ്സ് ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ജഡമനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ജഡീയന്മാരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾ ആത്മീയരുമാകുന്നു എന്ന് റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാനിടയായി തീർന്നു. അപ്പോൾ വി വെർ കൺട്രോൾഡ് ബൈ അവർ ഫ്ലഷ് ആൻഡ് വി വെർ എനിമീസ് ടു ഗോഡ്. വൺസ് വി വെർ അലിയനേറ്റഡ് ഫ്രം ഗോഡ് ആൻഡ് വെർ എനിമീസ് ഇൻ യുവർ മൈൻഡ് ബിക്കോസ് ഓഫ് യുവർ ഈവിൾ ബിഹേവിയർ. നമ്മുടെ തെറ്റായ സ്വഭാവം കൊണ്ട് മനസ്സിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, ജഡമനസ്സിന് കീഴ്പ്പെട്ട ഒരു അനുഭവത്തിലായിരുന്നു. ആ ജഡമനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുത്വം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് 21-ാം വാക്യത്തിൽ അത് പ്രസ്താവിച്ചിട്ട്, എന്നാൽ ഇന്ന് നമ്മളെ അവൻ്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി നിർത്തേണ്ടതിന്, അപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ കർത്താവ് ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന വിളി, നമ്മളെ ആക്കി തീർത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തന്നെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ അവൻ നമ്മെ തന്നോട് നിരപ്പിച്ചു എന്നതിന് ശേഷം പറയുകയാണ്, ആകാശത്തിൻ്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ. അപ്പം സകല സൃഷ്ടിയോടും ഉള്ള സുവിശേഷം, അല്ലെങ്കിൽ ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യനെയാണ് നിരപ്പിച്ചേക്കുന്നത്. എന്നാൽ മനുഷ്യന് അധിപതിയാക്കി വെച്ചിരിക്കുന്ന, മനുഷ്യനെ അധികാരത്തിൽ കൊടുത്തിരിക്കുന്ന സകല കാര്യങ്ങൾക്കും മനുഷ്യന് വീണ്ടെടുപ്പ് സാധിക്കുന്നതോടുകൂടെ സകലത്തിനും ഒരു വീണ്ടെടുപ്പുണ്ട് എന്ന് ഇവിടെ മാത്രമല്ല, റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായത്തിലും സകല സൃഷ്ടിയും ഈറ്റുന്നതോടെ ഇരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് അവിടെയും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയാം, ഈ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇടകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുന്നിൽ നിൽക്കും. എങ്ങനെ അവൻ്റെ മുന്നിൽ നിൽക്കും?
അതാണ് ഈ 22-ാം വാക്യത്തിൽ ആദ്യം പറഞ്ഞേക്കുന്നത്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവൻ്റെ മുന്നിൽ നിർത്തേണ്ടതിന്. അപ്പൊ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവൻ്റെ മുന്നിൽ നാം നിൽക്കും. എങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് അടുത്ത ദിവസം നിൽക്കാതിരിക്കുന്ന അനുഭവമല്ല. ഈ പ്രത്യാശ എന്നുള്ള വാക്ക് ആദ്യം മുതൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പ്രത്യാശയാൽ നിങ്ങൾക്കുളവാകുന്ന സ്നേഹം, വിശ്വാസം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞേക്കുകയാണ്, ആ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി നിന്നാൽ, ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി, സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിന്നുകൊണ്ടാൽ. അപ്പോൾ ഒരു ദിവസം ഒരു വലിയ ആത്മീയ ജീവിതം നയിച്ചു 10 ദിവസത്തേക്ക് പിന്മാറ്റത്തിൽ പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു അനുഭവമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരതയുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയും പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാൽ, അങ്ങനെ അവൻ്റെ മുന്നിൽ നിൽക്കും. അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കാനായിട്ട് ഇടയായിട്ട് തീരും എന്ന ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മളെ സൂചിപ്പിക്കുകയും, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇന്നുവരെ നിലനിന്നത് പോലെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും ഒരു പ്രബോധനം നമ്മളവിടെ കാണുകയും, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഇതേ കൊളോസ്യർ എഴുതുന്ന ലേഖനത്തിൽ തന്നെ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്കിവിടെ കാണാൻ 2:6 മുതൽ വായിക്കുമ്പോൾ, കൈക്കൊണ്ടതുപോലെ, പലപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്, കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറയുമ്പോൾ, ആ യേശു കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ദാസൻ അനുരഞ്ജനത്തിൻ്റെ കാര്യം പറഞ്ഞു, അനുരഞ്ജനപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ അനുരഞ്ജനപ്പെട്ടോ അതേ നിലവാരത്തിൽ തന്നെയാണ് തുടർന്നു പോകേണ്ടത്. കൃപയാൽ അവനോട് നിരപ്പിക്കപ്പെട്ട വ്യക്തികൾ ആ കൃപയിൽ തന്നെ നിൽക്കണം. അല്ലാതെ ഇന്ന് ദൈവം സൗജന്യമായിട്ട് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു, നാളെ തൊട്ട് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ട് പോകുന്ന ഒരു അനുഭവമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയാൽ അതവരുടെ ക്രിസ്തീയ ജീവിതത്തിലെ വലിയൊരു വീഴ്ചയായിട്ട് തീരും. അവനെ എങ്ങനെ കൈക്കൊണ്ടോ അതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ ഒരു സ്വയമായിട്ട് ഒരു നീതിപ്രവൃത്തിയും കാണിക്കാൻ കഴിയാതെ, സ്വയമായിട്ട് നീതീകരിക്കുവാൻ സാധ്യമല്ലാതെ, സ്വയമായിട്ട് ദൈവസന്നിധിയിൽ എന്തെങ്കിലും ആണെന്ന് ചിന്തിക്കാനോ ഭാവിക്കാനോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമെന്നോ ചിന്തിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് നമ്മളെ കോരിയെടുത്ത് പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ കൃപയാൽ ദൈവത്തിന് നമ്മളോട് തോന്നിയ ആ പ്രീതി കൊണ്ട്, മനുഷ്യപ്രീതിയും സ്നേഹവും ഉദിച്ചപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മോട് തോന്നിയ ആ സ്നേഹം കൊണ്ട് മാത്രം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം കൊണ്ട് മാത്രം ആ നിരപ്പിച്ച ആ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുക, കൃപയിൽ തുടർന്ന് ജീവിക്കുക, കൃപയിൽ തുടർന്ന് നടക്കുക എന്നുള്ളതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അഭ്യസനം വേണ്ടിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ട്രെൻഡ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി അതിൽ നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിൽക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ട്രെൻഡ് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അതുകൊണ്ട് കൃപയിൽ മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുന്നതും അത് വളരെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവ്, ഇന്നും ഞാൻ എൻ്റെ സ്വന്തം നീതിയിലല്ല, കർത്താവ് എനിക്ക് തരുന്ന ആ സൗജന്യമായ നീതിയിൽ തന്നെ ആശ്രയിച്ചാണ് ഞാൻ പോകുന്നത് എന്ന് ഓരോ വ്യക്തിയുടെ മനസാക്ഷിയിലും ആ ഒരു നിർണയവും ആ ഒരു തിരിച്ചറിവും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ കൃപയിൽ നിന്നാൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ വിളിച്ചത് ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിട്ട് നിരപവാദ്യരുമായിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് ഇടവരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് അറിയിക്കുക. അപ്പോൾ പ്രത്യേക യൂസേജുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവർ എന്നൊക്കെ പല ദൈവവചനങ്ങളുണ്ട്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി എന്നൊക്കെ പറയുമ്പോൾ അതിന് നെഗറ്റീവ് സൈഡും കൂടെ പറഞ്ഞിട്ട് പറയുക. ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന അനുഭവമല്ല, ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ഫിനിഷ്ഡ് വർക്കിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിലും ഒരു നിമിഷത്തിലും തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ അവനൊരിക്കലും റിഗ്രറ്റ് ചെയ്യാനായിട്ട് വരത്തില്ല. അവനൊരിക്കലും തിരിഞ്ഞു ചിന്തിക്കുന്നതായിട്ടോ അവന് നടുവിൽ വഴിക്ക് വെച്ച് കൈവിടപ്പെട്ടതായിട്ടോ ഒരിക്കലും തോന്നുകയില്ല. കാരണം ആ കൃപയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ഉറവ്, ആ കൃപയുടെ ഉറവ് ഒരിക്കലും വറ്റിപ്പോകുന്ന ഒരു ഉറവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട ഒരു
ഭാഗമാണ് കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന സഫറിങ്സ് എന്ന് അവിടെ പറഞ്ഞേക്കുക. അത് പൗലോസ് തൻ്റെ ആറ്റിറ്റ്യൂഡ് ആദ്യമേ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുടെ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. അപ്പം ആ ഒരു വാക്കായി ഞാൻ ഒരു നിമിഷം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സന്തോഷിക്കുക. സത്യത്തിൽ അവരെ കണ്ടിട്ടില്ല, ജഡത്തിൽ എൻ്റെ മുഖം കാണാത്തവരെന്ന് നമ്മൾ താഴെ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ പൗലോസ് ആയിരിക്കുന്നത് താൻ ഒരിക്കലും ഇതിനു മുന്നേ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത നിലയിൽ, അല്ലെങ്കിൽ മാനുഷികമായ നിലയിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. വളരെ ബഹുമാന്യനും സമൂഹത്തിൽ ശ്രേഷ്ഠനും റോമാ പൗരനും സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലവാരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുമായ ഈ പൗലോസ് സുവിശേഷം നിമിത്തം ഇപ്പം കാരാഗൃഹത്തിലായിരിക്കുകയും കാരാഗൃഹത്തിൽ എപ്രഫാസ് വന്ന് അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്ത ഒരു സമയത്ത് നമുക്കറിയാം ഈ ഒരു ചിന്ത പൗലോസ് ഈ കാരാഗൃഹ ലേഖനങ്ങളിലെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം താൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളത് അറിയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. സുവിശേഷം അനേകർ ധൈര്യത്തോടെ അത് പ്രസ്താവിക്കാനിടയായി തീർന്നു. ചിലർ പിണക്ക നിമിത്തവും വാശി കൊണ്ടും പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസാക്ഷി കൊണ്ട് പ്രസംഗിക്കുന്നു. എങ്കിലും ക്രിസ്തുവല്ലോ പ്രസംഗിക്കപ്പെടുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്ന് മാത്രമല്ല, അവരെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ, നിങ്ങൾ എന്നെക്കുറിച്ച് ഇപ്പോൾ കാണുന്നതായിട്ടുള്ള ഇതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ട് എന്ന് അവിടെ അതിൻ്റെ 1-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾക്കും ഇതേ പോരാട്ടമുണ്ട്. ഈ കഷ്ടങ്ങൾ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നുള്ളതും നമ്മൾ തുടർന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാരാഗ്രഹ ലേഖനങ്ങളിൽ. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന നിലയിലുള്ള ഒരു കഠിന കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന് റോമയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ അകമ്പടി പട്ടാളത്തോടു കൂടെ സഹോദരങ്ങളെ വിളിക്കാനും കാണാനും അവരോട് കൂട്ടായ്മ പുലർത്താനും സുവിശേഷം പ്രസംഗിക്കാനും യഹൂദരായ മൂപ്പന്മാരെ വിളിച്ച് അവരോട് സുവിശേഷം അറിയിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തന്നെ വളരെ സ്വതന്ത്രനായിട്ട് ജീവിച്ചിരുന്ന, വളരെ ജീവിത നിലവാരത്തിൽ ഉന്നതമായ ഒരു അനുഭവത്തിലൊക്കെ ജീവിച്ചിരുന്ന ഈ വ്യക്തി ഇന്ന് ഒരു സാധാരണക്കാരനെ പോലെ കൺഫൈൻഡായിട്ട് ചെയിനിൽ അദ്ദേഹമായിരിക്കുന്ന ഒരനുഭവവും അദ്ദേഹം കടന്നു പോകുന്ന മാനസികാവസ്ഥയും, ഒരുപക്ഷെ ഞാനിതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അല്ലാത്ത ഒരു ചിന്തയും അദ്ദേഹത്തെ ഒരുപക്ഷെ ഡിസ്റ്റർബ് ചെയ്ത് കാണാം. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ പറയുന്നത്, ഞാനിപ്പോൾ സന്തോഷിക്കുകയാണ്, ഞാൻ ഈ ചങ്ങലയിലായിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധി ഞാൻ സന്തോഷിക്കുന്നു. അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത് ഇടയായിത്തീരുന്നു. ധൈര്യമില്ലാതിരുന്ന പല സഹോദരങ്ങളും മുന്നോട്ട് വന്ന് ക്രിസ്തുവിനെ സാക്ഷിക്കുകയും ഇത് ഇത്രയ്ക്കല്ലേ ഉള്ളൂ, അത്ര ശ്രേഷ്ഠനായ പൗലോസിന് ഇത് അനുഭവിക്കാമെങ്കിൽ നമുക്കെന്നാ എന്നുള്ള മട്ടിന് അവരും അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു നിലവാരത്തിൽ അതിനെ കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് ഈ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് മൊത്തത്തിൽ ക്രിസ്തീയ ജീവിതത്തോടുള്ള കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് എന്ന് നമുക്കറിയാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഓൾറെഡി, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് സൗജന്യമായിട്ട് തന്നെ ഇത്ര വലിയവനായ ദൈവം, സൃഷ്ടിയിൽ ശ്രേഷ്ഠൻ, അതുപോലെ ദൈവത്തിൻ്റെ എല്ലാ സർവ്വസമ്പൂർണതയും വസിക്കത്തക്കവണ്ണം തൻ്റെ സ്നേഹം നിമിത്തം പാപത്തിൽ വീണ എന്നെ കോരിയെടുക്കാൻ അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ വഹിച്ച് അവൻ ആ ഒരു അനുഭവത്തിൽ കടന്നു വന്ന് അവൻ ആ സകല നാമത്തിന് മേലെ ഉള്ള നാമം ധരിച്ചിരിക്കുന്ന ഈ കർത്താവിനെ അവനെ സാക്ഷിയാക്കി നിർത്തി പറയുക, ഈ ഇത്രമാത്രം കഷ്ടത അനുഭവിച്ച് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ആ കഷ്ടങ്ങളെ അനുഭവിക്കാനും, അല്ലെങ്കിൽ അവൻ എന്നെ അങ്ങനെ സൗജന്യമായിട്ട് നീതീകരിച്ചതുകൊണ്ട് ലോകത്തിൽ ആർക്കും തീർക്കാൻ കഴിയാത്ത എൻ്റെ പാപക്കടം എൻ്റെ കണ്ണുകൾ ഉയർത്തി ആ ക്രൂശിങ്കലേക്ക് വിശ്വാസത്തോടെ നോക്കി അതേ നിമിഷം അവൻ എന്നോട് ക്ഷമിക്കുകയും അവൻ എന്നെ ഒരു നീതിമാനായിട്ട്, ഒരു നീതീകരിക്കപ്പെട്ടവനായിട്ട്, ഒരു കുറ്റവും ചെയ്യാത്തവനായിട്ട് അവൻ എന്നെ ദൈവസന്നിധിയിൽ പ്രഖ്യാപിച്ചപ്പോൾ ജീവിതത്തോടുള്ള എൻ്റെ മനോഭാവം തന്നെ മാറി. ഇന്ന് കഷ്ടങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന, കഷ്ടങ്ങളെ വെറുത്തോണ്ടിരുന്ന ആ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. അവൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഞാൻ എൻ്റെ
കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്ന കാര്യം നമുക്ക് ഇതര ഭാഗങ്ങളിലൊക്കെ പൗലോസിൻ്റെ എവിടെ എഴുതിയിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ഇത്തിരി കഷ്ടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് കാണാൻ. റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് പഠിച്ച സമയത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല. എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുക മാത്രമാണ് ചെയ്യുന്നത്. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ എന്ന് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആരാണെന്നുള്ള ഒരു അനുഭവത്തിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ 8-ാം അധ്യായം 1-ാം വാക്യമല്ല, അതിൻ്റെ 5-ാം വാക്യം മുതൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ എന്ന് പറഞ്ഞതിന് ശേഷം ജഡസ്വഭാവമുള്ളവരല്ല ആത്മാവ് സ്വഭാവമുള്ള, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറഞ്ഞ് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് മാത്രമല്ല, തുടർന്ന് 16-ാം വാക്യം, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാവും കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കൾ എന്ന് പറയുന്നിടത്തൊക്കെ ഗലാത്യർക്ക് എന്ന ലേഖനത്തിലൊക്കെ നമുക്ക് കാണാം ഈ അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു സ്വർഗീയമായ അവകാശം നമുക്കുണ്ട്. നിങ്ങളിനിയും ദൈവഭവനത്തിൽ ഗസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു പുറത്തുള്ളവനെ പോലെ പെരുമാറേണ്ട ആവശ്യമില്ല. യു ആർ ദ വെരി ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പോൾ ഇവിടെ പറയുക ദൈവത്തിന്റെ ഭവനക്കാരനായി, അല്ലെങ്കിൽ ഒരു മകനാണ്, ഈ അപ്പന്റെ മകനാണ്. അപ്പം ഇവിടെ പറഞ്ഞേക്ക് ആ പുത്രത്വത്തിന്റെ വേറൊരു ലക്ഷണം എന്താ? ശരിയായിട്ടുള്ള മകനാണെങ്കിൽ ആ സുവിശേഷത്തിന് അല്ലെങ്കിൽ ആ ഭവനത്തിൽ എന്ത് വിഷയമുണ്ടോ അതിന്റെ കഷ്ടം കൂടെ അനുഭവിക്കുന്നവനാണ് ഈ മകൻ. അവകാശിയാണെങ്കിൽ അതിന്റെ ലക്ഷണം അവൻ കഷ്ടം കൂടെ അനുഭവിക്കുന്നവനാ. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുക, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കാരണം നമ്മുടെ പ്രതിഫലവും ഒക്കെ തേജസ്സാണെന്നുള്ള ഓൾറെഡി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2 കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ തേജസ്കരണം നടക്കുന്നത് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. അപ്പം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഈ വായിക്കുന്ന ഒരു ഭാഗമാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഗിവൺ ബിലോ വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് പൗലോസ് പറയുന്ന ഈ മർമ്മം. കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തു പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതിന് ഇക്വലൻ്റായിട്ട് മരിക്കാനോ ആരുടെയെങ്കിലും കഷ്ടം അതിനോട് ചേർത്ത് വെക്കാനോ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം പാപികൾക്ക് വേണ്ടി പാപമില്ലാത്ത രക്തം ക്രൂശിൽ ചൊരിഞ്ഞ കർത്താവിൻ്റെ ആ കാൽവരി യാഗത്തോട് തുലനം ചെയ്യാനായിട്ട് ലോകത്തിലെ ഒരു കഷ്ടാനുഭവത്തിനും സാധ്യമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പിന്നെ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാം. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിലും അതിലുപരിയായിട്ട് ജാതികളുടെ ഇടയിലേക്കും ഈ സുവിശേഷം വ്യാപരിക്കുമ്പോൾ ഈ സുവിശേഷം അവരോട് അറിയിക്കുന്ന കഷ്ടം, അതാണ് പൗലോസ് നേരിട്ട കഷ്ടം. എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ട് തോന്നിയത് അതാ. കാരണം ഇന്നിനിയും പാപത്തിന് പകരമായിട്ട് പൗലോസ് മരിക്കണ്ട. പൗലോസ് മരിച്ചുകൊണ്ട് യാതൊരു അരക്കഴിഞ്ഞ് എൻ്റെ പ്രയോജനവും ഇല്ല. അത് ആ മരണം അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ക്രൂശിൽ നിവർത്തിച്ച ഈ അത്ഭുത കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ഈ ക്രൂശിൽ നിവർത്തിച്ച ഈ തേജസ്സിന്റെ പ്രമാണത്തെപ്പറ്റി, ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെപ്പറ്റി, ഈ ക്രൂശിൽ നിവർത്തിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഈ സന്ദേശം അറിയിക്കാനായിട്ട്, അത് അനേക ജാതികളിലേക്ക് പോകുമ്പോൾ അത് നിമിത്തമായിട്ട് തനിക്ക് ഉണ്ടായ അനേക കഷ്ടങ്ങളുടെ ലിസ്റ്റ് തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കായിട്ടുള്ള കഷ്ടമല്ല, എന്നാൽ രക്ഷയ്ക്കായിട്ടുള്ള സന്ദേശം അറിയിക്കുന്നതിലുള്ള കഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറെ ആർക്കും കഷ്ടപ്പെടാൻ സാധിക്കയില്ല. അപ്പോൾ തന്നെ ഒരു വിശുദ്ധൻ ദൈവനാമത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അവൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് അന്വർത്ഥമാണ്, അത് ദൈവഹിതമാണ്. അത് നിമിത്തം ദൈവസഭയ്ക്ക് ഒരു വിടുതലുണ്ട്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ആ സുവിശേഷം അറിയിക്കുന്നത് നിമിത്തം
അനേകര് ഈ ദൈവകൃപയിലേക്ക് കടന്നു വരാനിടയായിത്തീരുന്നു. ആ അർത്ഥത്തിൽ ആ കഷ്ടങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. നമ്മളാരും ഈ സുവിശേഷം അറിയിക്കുന്നതിൽ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പലപ്പോഴും അത് ബുദ്ധികേടാണ്, അത് വേണ്ടതുപോലെ ചിന്തിക്കാത്തത് കൊണ്ടാണ്, എടുത്തുചാട്ടം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ വിശുദ്ധനും ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ദൈവത്തിന്റെ വചനമനുസരിച്ച് ഒരു വിട്ടഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി ദൈവം ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായ കഷ്ടങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല എന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഒന്നുകൂടെ ഒരു എക്സിക്യൂട്ടീവ് സുവിശേഷമാണ് നമ്മൾ ഇന്ന് ഒക്കെ അറിയിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, മാനസികമായ കഷ്ടത്തിന് ഒരു വിഷമവും നമുക്കുണ്ടാകുന്നില്ല. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അധികം വേണ്ട, 10 പേരുള്ള ഒരു സഭയുണ്ടെങ്കിൽ 100 പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നുള്ള ഒരു സത്യമാണ്. എപ്പോഴും മാനസികമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളും അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും മാനസികമായിട്ട് കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അത് 1-ാം നൂറ്റാണ്ടിലുള്ളതിനേക്കാളും കൂടിയിട്ടേ ഉള്ളൂ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പം കഷ്ടങ്ങൾ, ശാരീരികമായിട്ടുള്ള കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഭക്തന്മാരുണ്ട്. എന്നാൽ കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കഷ്ടം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാൻ പല ദൈവഭക്തന്മാരും ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളിലായിത്തീർന്നിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നിരന്തരമായ ഉപവാസം, പ്രാർത്ഥന, കണ്ണുനീര്, ഇതൊക്കെ നിമിത്തം അവരിങ്ങനെ ദൈവസഭയ്ക്ക് വേണ്ടി പലപ്പോഴും അവർ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം വെറും കൊള്ളരുതാത്തവരെന്നുള്ള നിലയ്ക്ക് മുദ്രകുത്തപ്പെടുമ്പോൾ എത്രമാത്രം മാനസികമായൊരു സംഘർഷത്തിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകും. ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും കാണാതെ തെറ്റായ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ മറ്റ് അനേകർക്ക് അതിൻ്റെ പേരിൽ പരിചയപ്പെടുത്താനായിട്ട് നിൽക്കുമ്പോൾ ഒരു ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയം എന്തുമാത്രം തകർന്നു പോകും. അതുകൊണ്ട് നമുക്കും അതിൻ്റെ ഒരു ഷെയർ നമുക്ക് നൽകാനായിട്ട് ഉണ്ട്, നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്. ആ ഷെയർ കിട്ടുന്നതിൽ ആരും ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. അത് നമുക്കുള്ള അവകാശമാണ്, നമുക്ക് ദൈവം വെച്ചേക്കുന്ന അവകാശമാണ്. അത് നമുക്ക് പൂരിപ്പിക്കാൻ തന്ന ഭാഗമാണ്. അത് പൂരിപ്പിച്ചേ പറ്റൂ. കാരണം കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സേവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇവിടെ വായിക്കുന്ന പോലെ തന്നെ അവർക്ക് കഷ്ടങ്ങളും ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്നും കൂടെ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ അവരോട് പറയുന്നത് എനിക്ക് തോന്നുന്ന എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നിങ്ങളുടെ മഹത്വമാകിയാൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്നവരോട് പറയുന്ന ഭാഗം നമുക്ക് കാണാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ബൈബിൾ പഠിപ്പിക്കുക, സുവിശേഷം അറിയിക്കുക എന്നൊക്കെ ഉള്ളതൊരു മിനിസ്ട്രി ആയിരിക്കുന്ന പോലെ തന്നെ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രിയാണ്. അതൊരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞാൽ ദൈവത്തെ ഒത്തിരി നമുക്ക് മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. കാരണം കർത്താവേ, അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു എന്നൊന്നും പറയേണ്ടി വരികയില്ല. കർത്താവെ, നീ അനുവദിച്ച കഷ്ടം ഇന്നത്തത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇനി നാളത്തത് നാളെ. അപ്പോൾ ആ ഒരു കർത്താവാണ് ഇതിൻ്റെ പുറകിലെന്ന് അറിയുമ്പം പല സാഹചര്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകാനിടയായിട്ടുണ്ട്. പല അപവാദങ്ങളിലൂടെ, പല പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂത്ത് മിനിസ്ട്രിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ എത്ര ദുഷ്കരമായിട്ടുള്ളൊരു അനുഭവമാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ആ സമയങ്ങളിലൊക്കെ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളത്, പല സമയങ്ങളും ചില ഭക്തന്മാരെ, ഈ സാഹചര്യങ്ങളൊന്നും അറിയാത്ത ചില ഭക്തന്മാരെ അയച്ച് ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. മകനെ, ഇന്ന സാഹചര്യങ്ങളോട് നീ കടന്നു പോകുന്നു, ദൈവം അതറിയുന്നു എന്ന് കേൾക്കുന്നവരെ ഞാൻ ദീർഘനിശ്വാസം വിട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കർത്താവെ, കഷ്ടം അനുഭവിക്കുന്നതിനല്ല കാര്യം, നീ അത് അറിയുന്നു എന്ന് പറഞ്ഞതിലേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത്. എനിക്ക് നീ അത് മതി, ഇതൊക്കെ എന്നെ വിളിച്ച കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനപ്പുറം എനിക്ക് എന്തോ ഇനി വേണ്ടി, ഇതൊക്കെ നിന്റെ അറിവിൽ പെട്ടതാണ് എന്ന് ഓർക്കുമ്പം ദൈവസന്നിധിയിൽ ഇത് എത്തി, ദൈവസന്നിധിയിൽ ഇത് അറിയുന്നുണ്ട് എന്ന് ഗ്രഹിക്കുമ്പോൾ എന്തുമാത്രം വലിയൊരു വിടുതല നമുക്കുണ്ടാവുന്നത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക നിലയിലുള്ള ചില ആരോപണങ്ങളിൽ, അപവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാസങ്ങൾ എനിക്ക് ഉറങ്ങാൻ കഴിയാതെ, ഇന്നൊന്നും അല്ല 10-30 വർഷം മുന്നേ കഴിയാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇതൊന്നും അറിയാതെ തിരുവനന്തപുരത്തുനിന്ന് ഒരു ദൈവദാസൻ, അതായത് ഇന്ന് ഈ ലോകത്തില്ല, ഒരു വീട്ടിൽ കടന്നു വരികയും അങ്ങനെ ആ വീട്ടിൽ ആരും അറിയാതെ, എന്നെ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല, ഒന്നുമില്ല, ആ ദൈവദാസനോട്, മകനെ, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കർത്താവ് കാണുന്നു, അതിന് വിടുതലുണ്ട്, അതിന് ദൈവം നിശ്ചയമായും മാറ്റം വരുത്തുമെന്ന് എന്നോട് പറഞ്ഞപ്പം ഞാൻ ദൈവസന്നിധി തകർന്നു. എൻ്റെ കർത്താവ്, നീ അറിഞ്ഞാൽ മതി,
ഏത് കഷ്ടത്തിലൂടെയും പോകാം. നീ അറിഞ്ഞാൽ മതി, നീ അറിയുന്നു എന്നുള്ള പരിജ്ഞാനം എൻ്റെ ഹൃദയത്തെ ഒന്ന് ഗ്രസിച്ചാൽ മതി. അതാ വലിയ വിടുതൽ. ഇതൊക്കെ ദൈവത്തിന്റെ ബുക്കിലുണ്ട്, ദൈവത്തിന്റെ കണക്കിൽ ഇതുണ്ട് എന്ന് ഓർക്കുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിന്തയാണ് എന്ന് ദൈവസന്നിധിയിൽ പറയാനും, കർത്താവ് നീ അറിഞ്ഞാൽ മതി കർത്താവ്, വേറെ ആരും ലോകത്ത് അറിയണ്ട എന്നൊരു ചിന്തയിലേക്ക് എൻ്റെ ജീവിതം ആശ്വസിപ്പിക്കപ്പെടാൻ, വളരെ ശക്തമായിട്ട് ആശ്വസിക്കപ്പെടാനും, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചവരും ആരാണെന്നും എന്താണെന്നും വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദാനിയേലിനെ കുറ്റപ്പെടുത്താനിരുന്നവർ താഴെ ചെല്ലുന്നതിന് മുന്നേ സിംഹം അവരെ കയറി പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഉള്ള ചില അനുഭവങ്ങൾ തുടർന്ന് സംഭവിക്കാനുമായിട്ട് ഇടയായിട്ടിരുന്നു. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യക്തമായും ശക്തമായും കർത്താവ് അറിയുന്നു. നമ്മുടെ കഷ്ടങ്ങളുടെ സാഹചര്യം അറിയുന്നു, നമ്മുടെ മനോഭാവങ്ങൾ അറിയുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളോട് പറയുക, എൻ്റെ മോനെ, നീ ഇത് പൂരിപ്പിച്ചേ പറ്റൂ, ഇതിലൂടെ നീ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ആലോചനയും ഹിതവുമാണ് എന്ന് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കും. ഇതിനെപ്പറ്റി പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി വാചാലമായിട്ട് ഞാൻ പറഞ്ഞു പോകും, കാരണം അതുപോലുള്ള പല അനുഭവങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട്. വേറൊരു കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്, ഐ ആം എ പ്രീച്ചർ ഫോർ ദ ഗോസ്പൽ എന്നുള്ളതാണ് പറഞ്ഞത്. 23-ാം വാക്യം, 25-ാം വാക്യം, 28-ാം വാക്യം, ഇതിലൊക്കെ നമ്മൾ കാണുന്ന വാക്ക് അതാണ്, ഐ ഹാവ് ബിക്കം എ പ്രീച്ചർ ഫോർ ദിസ് ഗോസ്പൽ. ഞാൻ ഈ സുവിശേഷത്തിന് ഒരു പ്രസംഗിയായിട്ട് തീർന്നിരിക്കുന്നു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടിയുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നുമിരിക്കും, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം എന്ന് അവിടെ 23-ാം വാക്യത്തിലും, തുടർന്ന് 25-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ ദൈവസഭയുടെ ശുശ്രൂഷകനായി എന്നും, 28-ാം വാക്യത്തിൽ അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിനെ അറിയിക്കുന്ന ഈ അപരിമേയനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഈ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ ഞങ്ങൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് അത്. നമുക്ക് എങ്ങനെങ്കിലും നമ്മുടെ കൊട്ടയിലേക്ക് ഒരു മീൻ കയറിയാൽ അതിനെ കൊണ്ട് പിടിച്ച് നമ്മുടെ ഹോളിൻ്റെ മൂലയ്ക്ക് കൊണ്ട് അവിടെ ഇരുത്തി എല്ലാ ഞായറാഴ്ചയും അത് ഹാജരി വെച്ചാൽ മതി. അവൻ കൂടുതൽ വളരുകയും വേണ്ട, അവൻ ഈ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വേണ്ട എന്നുള്ള ഒരു നിലയിൽ അവനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുക. ഒരു വ്യക്തി ക്രിസ്തുവിന്റെ സഭയിലേക്ക് വളർന്നു വരുമ്പോൾ അവൻ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് ഒരു ധാരണ പലർക്കും ഇല്ല. കർത്താവ് 100 പേരുള്ള സഭ, 200 പേരുള്ള സഭ, 500 പേരുള്ള സഭ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിന് എണ്ണം കൂട്ടുന്നതല്ലാതെ ഈ കടന്നു വന്ന വ്യക്തികൾ എന്തുമാത്രം ആത്മീയമായിട്ട് വളരുന്നുണ്ട്, അവർ ആത്മീയമായി വളരണം. ഈ കടന്നു വന്ന പ്രിയപ്പെട്ടവർ എന്നേക്കാളും നല്ല ശുശ്രൂഷകന്മാരും ദൈവിക വേലക്കാരുമായി തീരണം എന്നുള്ള കാഴ്ചപ്പാട് എത്ര പേർക്കാവുള്ളത്? പൗലോസിന്റെ കാഴ്ചപ്പാട് ജസ്റ്റ് സുവിശേഷം അറിയിക്കുക, കൃപയിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം നിങ്ങൾ ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതി, കർത്താവ് വരും, അന്നേരം അങ്ങ് കയറിപ്പോരെ എന്ന് പറഞ്ഞേച്ച് പോവുകയല്ല ചെയ്തത്. അവിടെ കാണുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം, ടു മേക്ക് ദം പെർഫെക്റ്റ് എന്നാ വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഇംഗ്ലീഷിൽ കാണുന്നത് എത്രാമത്തെ വാക്യം അത്? അതിൻ്റെ ടു ദം വി പ്രൊക്ലെയിം ഹിം അഡ്മോണിഷിംഗ് ആൻഡ് ടീച്ചിങ് എവരി വൺ വിത്ത് ഓൾ വിസ്ഡം സോ ദാറ്റ് വി മേ പ്രസന്റ് എവരി വൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ കർത്താവിൽ ഓരോ വ്യക്തികളെയും പൂർണ്ണതയുള്ളവരായി, അതിനുവേണ്ടി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗമാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സ്പൗണ്ട് ചെയ്യണം, എക്സ്പോസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിൽ ബലത്തോടെ, ഏത് ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിക്കുന്നു, അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഞങ്ങൾ ഓരോ മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും അതിനുവേണ്ടി പഠിപ്പിക്കുകയും ക്രിസ്തുവിൽ അവനെ തികഞ്ഞവനാക്കി ദൈവം എന്ത് ഒരു നിലവാരത്തിലേക്ക് അവനെ വിളിച്ചുവോ ആ നിലവാരത്തിൽ അവൻ എത്താൻ തക്കവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുക ചെയ്യുന്നത്. നോക്കിയാട്ടെ, അതാണ് എൻ്റെ സുവിശേഷം. കേവലം പ്രസംഗം മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ മിസ്റ്ററി, അവിടെ ഒരു മിസ്റ്ററിയെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫേസ്യർ 2-ാം അധ്യായത്തിലും സമാനമായ ഭാഗം പറയുന്നുണ്ട്. തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം അതിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു, അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് പറയും. കുറേ മിസ്റ്ററിയെക്കുറിച്ച് ഈ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഈ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്ന ഒരു മിസ്റ്ററി.
നമുക്കറിയാം പുതിയ നിയമത്തെക്കുറിച്ച് കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ എബ്രായർക്കെഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ച് എസെക്കിയേലിലും യിരെമ്യാ പ്രവചനത്തിലും ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന നാൾ വരുന്നു, എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് പറഞ്ഞ് നൽകപ്പെട്ട വാഗ്ദത്തം പോലെ ഈ ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഇത് വന്നും പോയും നിൽക്കുന്ന ഒരു അനുഭവമല്ല. ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ന്യായപ്രമാണം ആചരിക്കാൻ പരിശ്രമിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ന്യായപ്രമാണ ദാതാവായ ക്രിസ്തു തന്നെ വന്ന് വസിച്ച് അവനിൽ വസിച്ചുകൊണ്ട് അവൻ ഈ ന്യായപ്രമാണം നിവർത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത് ലോകത്തിൽ ആർക്കും വിഭാവനം ചെയ്യാൻ കഴിയാത്ത നിലയിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ ആർക്കാ തിരിയുന്നത്? ഞാൻ ഈ ക്ലബ് ഹൗസിലെ ഒരു അനുഭവം, നമ്മൾ ഈ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പം പല ആൾക്കാരും പലരെയാ കാണുന്നത്. വളരെ രസകരമായി. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ആരാണെന്നും ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രിസ്തു തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു മാർമികമായ സത്യം എത്ര പേരാ ഗ്രഹിച്ചേക്കുന്നത്? വിശ്വാസികൾ തന്നെ എത്ര പേരാ ഇത് ആഴത്തിൽ മനസ്സിലാക്കിയേക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വരുന്നു. ഒരു ഫാഷന് വേണ്ടി കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങൾ നീക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ലിറ്ററലായിട്ട് ദൈനംദിന അനുഭവത്തിൽ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഏത് മഹത്വത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് റോമർ 5 വായിക്കുന്ന. അപ്പം ഈ ഏത് മഹത്വത്തിലേക്ക് എന്നെ നടത്തണമോ ആ പ്രത്യാശയിലേക്ക് എന്നെ നടത്താനും എന്നെ അതിനുവേണ്ടി ഒരുക്കാനും കഴിയുന്നവനായ ക്രിസ്തു. നേരത്തെ പറഞ്ഞ നിഷ്കളങ്കരും വിശുദ്ധരുമായി അവന്റെ മുന്നിൽ നിർത്തേണ്ടതിന് അതിന് എന്നെ ഒരുക്കുന്നവനായിട്ടുള്ള ക്രിസ്തു. ഈ ക്രിസ്തു ഇന്ന് എന്നിൽ നിന്ന് മാറാത്ത സഖിയായിട്ട്, മാറ്റമില്ലാത്തവനായിട്ട് അവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുക ചെയ്യുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഈ മർമ്മം. നമ്മൾ 3-ാം അധ്യായം എഫെസ്യരിലും ഇത് വായിക്കുന്നുണ്ട്. മറിഞ്ഞുകിടന്ന മർമ്മം ഇന്ന് അനേകർക്ക് ഇത് അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ടിരിക്കുന്നു. അത് ഈ ക്രിസ്തുവിൽ 2 ജാതികളും യഹൂദന്മാരും ഏക ശരീരസ്ഥരായി തീർന്ന് ഒരു പുതുമനുഷ്യനായി അവരെ സൃഷ്ടിപ്പാനും എന്നുള്ള ഒരു വാക്യം നമ്മളവിടെ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് തലമുറകളായിട്ട് മറിഞ്ഞുകിടന്ന മർമ്മമാണ്, എന്നാൽ ഇത് ഇന്ന് അവൻ്റെ സഭയിലൂടെ അത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അത് 3:6 അതോ സുവിശേഷത്താൽ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ എന്ന് അവിടെ എഴുതിയേക്കുക. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതും അവൻ്റെ സഭ എന്നുള്ളത് അടുത്ത മർമ്മം. കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി അത് പറഞ്ഞു. അടുത്ത മർമ്മം അത് നമ്മൾ 2-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നു സഭ എന്നുള്ളതായിട്ടുള്ള ആ ദൈവത്തിൻ്റെ മർമ്മം. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ജഡത്തിൽ അവൻ വെളിപ്പെട്ടത്. അതൊക്കെ നമുക്ക് ആ ഭാഗം വരുമ്പോൾ, നമുക്ക് അടുത്ത അധ്യായം വരുമ്പോൾ ചിന്തിക്കാൻ നേരത്തെ ആ പൊതി അഴിക്കുന്നില്ല. ഇവിടെ പറഞ്ഞേക്കുക മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. നോക്കിയാട്ടെ, ഈ മർമ്മം അറിയിക്കുന്നതിൽ, ഈ വചനം അറിയിക്കുന്നതിൽ നമുക്കറിയാമല്ലോ. ഇപ്പം ചില സംഗതികൾ, ഇപ്പോൾ ഒരു വണ്ടി ഒരു വ്യക്തി ഓടിക്കുക, ആ വണ്ടി ഓടിക്കുന്ന വ്യക്തി എന്താ ചെയ്യുന്ന? സത്യത്തിൽ അവനെ മൊത്തം ഒരു ബസ് മുഴുവൻ ഓടിക്കുകയല്ല അല്ലെങ്കിൽ എടുത്തോണ്ട് പോവുകയല്ല ഡ്രൈവർ ചെയ്യുന്നത്. ഓൾറെഡി അതിലൊരു ശക്തിയുണ്ട്, എഞ്ചിന്റെ വലിയൊരു ശക്തി, ഡീസൽ എഞ്ചിന്റെ ഒരു ശക്തി അതിൽ വ്യാപരിക്കുന്നുണ്ട്. അതിനെ ജസ്റ്റ് ഗൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ആ ഡ്രൈവർ ചെയ്യുന്നത്, ജസ്റ്റ് ഗൈഡിങ് ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ വലിയ അഭൗമമായിട്ടുള്ള രക്ഷയ്ക്കായിട്ടുള്ള ശക്തി സ്വർഗത്തിൽ എത്തുന്നത് വരെയും, ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്നത് വരെയും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളിൽ പകരപ്പെട്ട, നമ്മളിൽ വസിക്കുന്നവനായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു അനുഭവം. അത് പ്രസംഗിക്കാനും അനേകരെ അതിലേക്ക് ഗൈഡ് ചെയ്യാനുമായിട്ട്, അല്ലെങ്കിൽ അനേകരെ ആ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ അനേകരെ അതിൽ ഉറപ്പിക്കാനും നിലനിർത്താനും വളർത്താനും വേണ്ടി പൗലോസിന് ദൈവം ഒരു വിളി കൊടുത്തേക്കുകയാണ്. അതാണ് ഇതിന് പ്രസംഗിയായിട്ട് തന്നെ വിളിച്ചിരിക്കുന്നതും ബലത്തിൻ്റെ വ്യാപാരത്തിൻ്റെ വല്ലഭത്തിനോട് പോരാടിക്കൊണ്ട് അധ്വാനിക്കാനും ഇടയായിത്തീരുന്നത് ഈ മർമ്മം അറിയിക്കുന്നത്, തലമുറകൾക്ക് മറന്നു കിടന്ന മർമ്മം.
എൻ്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ നിരപ്പ് വന്ന ഈ സുവിശേഷത്തിനായിട്ട് ആദ്യം നമ്മൾ വായിച്ചു, അങ്ങനെ ശത്രുക്കളായിരുന്ന നിങ്ങളെ വിശുദ്ധരും അവൻ ഇപ്പോൾ തന്നെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ തന്നോട് നിരപ്പിച്ചു. അവനോട് റെക്കൺസൈൽ ചെയ്തു, നമ്മളെ നിരപ്പിച്ചു. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന നിരപ്പിച്ചു, ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു എന്നും വായിക്കുന്നുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ അനേകരെ നിരപ്പിക്കുന്ന ആ ശുശ്രൂഷയിൽ തുടർന്ന് വ്യാപൃതരായിരിക്കാം. അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.